ഹലോ ഗൈസ്, ഞാൻ ഷീലാസിമി റോണി. നമുക്കിന്ന് പച്ചക്ക പുതിയ രീതിയിൽ വേറൊരു നമ്മൾ വറുത്തരച്ച് വെക്കുന്നത് നേരത്തെ വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ പച്ചക്ക അരച്ചിട്ട് വെക്കാമെന്ന് നോക്കാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് പച്ചക്കായിട്ട് അരച്ച് വെക്കാം. വരൂ കൂട്ടുകാരെ. പച്ചക്ക അരിഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇറച്ചിയിൽ ഇട്ട് വെക്കാനായിട്ടാണ്. നമുക്ക് വേറൊരു തരം പച്ചക്കയിട്ട് ഇറച്ചിക്കറി വെക്കാം. അപ്പോൾ അതിന് പുഴുങ്ങാനായിട്ട് ഞാൻ പച്ചക്ക അടുപ്പത്ത് വെച്ചിരിക്കുന്നതാണ്. വെള്ളമൊഴിച്ച് ഇനി നമുക്കതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. വേപ്പില ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ഇടാം. അടുത്തതായി വെളുത്തുള്ളി ചതച്ചത് ഇടാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് വേവിക്കാം. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ എടുക്കാം. തേങ്ങ നമുക്ക് അടിച്ചെടുക്കാം. തേങ്ങ നന്നായി പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പച്ചക്ക വേവിച്ചതിലേക്ക് ഇടാം. തേങ്ങ അടിച്ചത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, കാര്യാന്വേഷക വന്നേക്കണ കണ്ട. എല്ലാ കാര്യം അറിയണവർക്ക് അല്ലേ? ചൂടാണ് അവിടെ. നിങ്ങൾ മാറിക്കോ, ആരും മാറിപ്പോനാ. നമുക്കിത് അടച്ചു വെക്കാം. കറി താളിക്കാനുള്ള സവാള അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായി മൂക്കട്ടെ. കണ്ടോ, സവാള മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉലുവ, കണ്ടോ, അത്രയും ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം പൊടികളെല്ലാം മൂപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ വെള്ളത്തിലല്ല പൊടികൾ മിക്സ് ചെയ്തേക്കുന്നത്, നേരെ അങ്ങോട്ട് ഇടുകയാണ് ചെയ്തേക്കുന്നത്.
നന്നായിട്ട് മൂപ്പിക്കുക. കണ്ടോ, ആ മല്ലിപ്പൊടിയൊക്കെ മൂക്കാൻ ഇത്തിരി സമയമെടുക്കും. മല്ലിപ്പൊടിക്ക് ഇത്തിരി മൂപ്പ് കൂടുതലാണല്ലോ. ഒന്നിച്ചിട്ടാലും അതിൻ്റെ പാകത്തിന് ഒന്നിച്ച് മൂക്കുള്ളൂ. മല്ലിപ്പൊടിയും കൂടി ഉള്ളതുകൊണ്ട് ഇത്തിരി ടൈമുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇറച്ചിയിടാം. ഇറച്ചി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചക്ക വേവിച്ചത് ഇടാം. പച്ചക്ക ഇട്ടിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് മസാല എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. പുരട്ടി മിക്സ് ചെയ്തെടുക്കാം. ചട്ടി ഇത്തിരി ചെറുതായിപ്പോയി. ഇതിൻ്റെ വെള്ളം ഒന്ന് കുറച്ച് കിടന്ന് വേവുമ്പോൾ വെള്ളവും മറ്റും ഇതിലേക്ക് ആ മസാലയൊക്കെ പിടിക്കുകയും ചെയ്തോളൂ. ചട്ടി ഒരിത്തിരി ചെറുതായിപ്പോയി. കണ്ടോ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായി തിളക്കുന്നുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഈ ചൂടിൽ അങ്ങനെ ഇരുന്ന് അതിൻ്റെ രുചിയൊക്കെ പച്ചക്കായും ഒക്കെ പിടിച്ച് ഇരിക്കട്ടെ. ഇന്ന് നമ്മൾ ഇങ്ങനെയാണ് ഇറച്ചിയിട്ട് പച്ചക്ക കറി വച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ എല്ലാവരും വെക്കുക. ഇനി ഇതിൻ്റെ മീതയിൽ കുറച്ച് മസാലപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കണം. മസാലപ്പൊടി ഒന്ന് ഇങ്ങനെ തൂക്കി കൊടുക്കാം. തിളച്ചതിൽ കിടന്ന മസാലയുടെ ടേസ്റ്റും കൂടി പിടിക്കുമ്പോൾ ഇപ്പം തന്നെ നല്ല മണമുണ്ട്. കണ്ടോ, എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും നന്ദിയാണ്. ഓക്കെ, താങ്ക് യു.